ചെങ്കോട്ടയിൽ ലോകത്തെ നെട്ടിച്ച് മോദി. ട്രംപിനും പ്രതിപക്ഷത്തിനും ചങ്കിടുപ്പ്. തിന്നുന്നത് തീട്ടമാവരുത് ഷാജ. അതായത് നീ വന്ന് ഗോദി മീഡിയയുടെ കൂടെ കൂടി കിട്ടുന്ന കാശിന് എന്താ പറയുക ഇല്ലാത്തതും വിളിച്ചു പറയുന്ന ഒരു ടൈപ്പാണ് മലനാടൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് നമ്മൾ രാഹുൽ ഗാന്ധി ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞപ്പം നീ വന്നിട്ട് രാഹുൽ ഗാന്ധി പറയാത്ത ഒരു കാര്യത്തിലും തൊടാതെ അതല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ട് നീ ഇവിടെ ന്യായീകരണ തൊഴിലാളിയായിട്ട് വന്നത് നീ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടു നീ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്ത് ഞെട്ടലാണ് ട്രംപിനും ഈ പറഞ്ഞ പ്രതിപക്ഷത്തിനും ഉണ്ടായത്. ഇത്രയും കാലം കള്ളവോട്ട് ചെയ്ത് ജയിച്ചു വന്ന ഇവരെ കണ്ടിട്ടോ, ഇവരെ കണ്ടിട്ട് ഞെട്ടൽ, ഇവരെ കണ്ട് പുച്ഛപ്പ് എല്ലാവർക്കും, നാട്ടിലെ സാധാരണ ജനങ്ങൾക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും. ഇപ്പം BJP-ക്കാരെന്ന് പറഞ്ഞാൽ വെറും കോമാളികൾ എന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിമൂത്ത കോമാളികൾ. ഇതുപോലെ കള്ളവോട്ടും ഈ നാട്ടിലെ മൊത്തം ആൾക്കാരെ വെറും എന്താ പറയുക ജോക്കറാക്കി നിർത്തിയിട്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ കള്ളവോട്ട് തേടി വീണ്ടും അധികാരത്തിൽ പലവട്ടം വന്ന ഒരു തേർഡ് റേറ്റ് പാർട്ടി മാത്രമാണിത്. നിനക്കിപ്പോഴും അത് തേർഡ് റേറ്റ് ആവാത്തത് നിന്റെ കണ്ണാക്കിലോട്ട് കാശ് വേണ്ട പോലെ ഒഴുക്കി തരുന്നതുകൊണ്ട് മാത്രമാണ് മലനാടാ നിനക്കത് തോന്നാത്തത്. ഏതാണെങ്കിലും ഇന്ന് മോദി ഭയങ്കര സംഭവമായിട്ട് ചില എന്താ പറയുക പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ പദ്ധതിയാണ് നാട്ടിലെ യുവാക്കൾക്ക് 1 ലക്ഷം കോടി രൂപ തൊഴിലവസരങ്ങൾ എന്നുള്ളത്. ഏതാണെങ്കിലും നമുക്ക് മോദിജിയുടെ ചില പ്രഖ്യാപനങ്ങൾ കേൾക്കാം, എന്നിട്ടെങ്കിലും ഈ പറഞ്ഞ മലനാടൻ്റെ ഒക്കെ കണ്ണം തുറക്കും നോക്കാം നമുക്ക്. അതുപോലെ നിങ്ങൾ ഇപ്രാവശ്യത്തത് കേൾക്കേ. एक खुश खबर लेकर के आया। मेरे देश के युवाओं के लिए 1 लाख करोड़ रुपए की योजना हम लागू कर रहे हैं. കണ്ടല്ലോ, 1 ലക്ഷം കോടിയുടെ യുവാക്കൾക്കുള്ള പദ്ധതികളാണ് ഇന്ത്യയിൽ നമ്മുടെ താടിച്ച് കൊണ്ടുവരാൻ പോകുന്നത്. ഇനി നമുക്ക് ഇച്ചിരി റിവൈൻഡ് അടിച്ചൊന്ന് കേട്ടു നോക്കാം. 2019 ഇതേപോലത്തെ ഒരു സ്വാതന്ത്ര്യ ദിന പരേഡില് ചടങ്ങില് പ്രധാനമന്ത്രി അന്ന് വേറെ ഒന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് കേട്ടു. 100 लाख करोड़ रुपया आधुनिक इंफ्रास्ट्रक्चर के लिए लगाए जाएंगे. 2019 നമ്മുടെ ഇതേ താടിജി, അന്ന് താടിക്ക് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല, താടി കുറവായിരുന്നു കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. അന്ന് പറയുന്നത് 100 ലക്ഷം കോടിയുടെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും 100 ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ. 2019 പറഞ്ഞാണ്, 25 ഇതുവരെ 100 പോയിട്ട് 1 കോടിയുടെ വന്നിട്ടില്ല. പോട്ടെ, നമ്മൾ ഇവിടെ നിന്നുള്ള പല കമ്പനികളും പുറത്തോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ നാട് നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അതറിയാത്തത് സാജന്റെ കുറച്ച് ശിങ്കിടികൾക്കും മാത്രമാണ്. ഇനി ഇവിടെ പോട്ടെ, നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് അടിച്ചിട്ട് വരാം. देशवासियों को सपना करने वाली एक बहुत बड़ी योजना लेकर के हम आपके सामने आने वाले हैं. 100 लाख करोड़ से भी अधिक की योजना लाखों नौजवानों के लिए रोजगार के नए अवसर लेकर के आने वाली है. 100 ലക്ഷം കോടിയുടെ എംപ്ലോയ്മെന്റ് അല്ലേ 2021. ഇപ്പൊ ഏതായാലും 100 ലക്ഷം എന്നുള്ള പരിപാടി വിട്ടിട്ട് നമ്മൾ 1 ലക്ഷം കോടിയിലോട്ട് മാറിയിട്ടുണ്ട്. 100 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാലേ മൂപ്പർക്ക് തന്നെ മനസ്സിലായി ഇത് വല്ലാത്തൊരു തള്ളായി പോയി. അപ്പൊ ഇച്ചിരി കുറച്ച് നമ്മൾ 1 ലക്ഷം കോടി എംപ്ലോയ്മെന്റിലോട്ട് വന്നിട്ടുണ്ട് 2025 ആയപ്പം. നമ്മൾ 2026 നമ്മൾ വീണ്ടും അതൊരു 2 കോടിയിലോട്ട് വെക്കും, 3 കോടിയിലോട്ട് വെക്കും. ഇങ്ങനത്തെ തള്ളു കേട്ടിട്ട് നാട്ടിലെ ആൾക്കാർക്ക് വ്യക്തത വന്നതുകൊണ്ടാണ് 2024 ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് തിരിച്ച് ചെയ്തതും. അത് ഈ പറഞ്ഞ പാർട്ടി ഈ പറഞ്ഞ താടിയുടെ വലിപ്പവും മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ കള്ളവോട്ട് മാക്സിമം കുത്തിക്കയറ്റി അവർ ജയിച്ചു വന്നതും. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കുത്തിക്കയറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞ 240ഓളം സീറ്റ് കിട്ടിയതും. അതുകൊണ്ടാണ് ഒരു ലിമിറ്റിന്റെ അപ്പുറത്തോട്ട് കുത്തിക്കയറ്റിനെ താഴ്ന്നേനെ. ഇനി അതല്ല, ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അന്നേ ഇന്ന് മോദിജി വീട്ടിൽ ഗുജറാത്തിൽ ഇരുന്നേനെ. ഇതൊന്നും പച്ചവെള്ളം പോലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാവാതെ ഇപ്പോഴും കണ്ണടച്ച് പാല് കുടിക്കുന്ന ചെറ്റ പൂച്ചകളാണ് നീയൊക്കെ മലനാട്. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ വന്നിട്ട് വെളുപ്പിച്ച് ന്യായീകരിച്ചിട്ട് നിനക്ക് എന്ത് സുഖാടാ കിട്ടുന്നത്? നീ നിന്റെ ഫാമിലി കംപ്ലീറ്റ്ലി UK അമേരിക്കയിലോ സെറ്റിൽഡ് ആണ്. നീ ഇടയ്ക്കൊരു വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇവരെ പറ്റിച്ചിങ്ങനെ ജീവിക്കണം. നീ ഇവിടെ വന്നിട്ട് പദ്ധതികളിൽ ഏർപ്പാടാവുക. ഈ പദ്ധതികളിൽ നീ അതിന്റെ സൗകര്യങ്ങൾ നീ എടുത്തിട്ട് നീ കാണിച്ചു കൊടുക്ക്. നീ ഇങ്ങനെ ന്യായീകരണ തൊഴിലാളിയായിട്ട് വരുന്ന സമയത്തെ അതിന്റെ സൗകര്യങ്ങൾ നിനക്ക് കിട്ടി, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ നീ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ബാക്കി ആൾക്കാർക്ക് മനസ്സിലാവുക. അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഗീർവാണം പോലെ വിട്ടിട്ട് കാര്യമില്ല. ഈ ചാനലിൽ കുത്തിരുന്നിട്ട് ഈ ആൾക്കാർക്ക് കഴിഞ്ഞ ദിവസത്തിലും എല്ലാം മനസ്സിലായി. ഇവർ ജയിച്ച് വന്നതും
ഇവർ അധികാരത്തിൽ വന്നതും. ഇവർ ഈ പാവം സംഘികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, സംഘികളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലെ 100 കോടി ഇൻഫ്രാസ്ട്രക്ചർ, 100 കോടി തൊഴിലവസരങ്ങൾ, ഇന്ന് 1 കോടി തൊഴിലവസരങ്ങൾ, ഇങ്ങനത്തെ തള്ളോട് തള്ള് കയറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല. കുറേ പൈസ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പദ്ധതികൾ എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് പൈസ നമ്മൾ ലോക ബാങ്കിൽ നിന്നും നമ്മുടെ ആഭ്യന്തര കടങ്ങളായിട്ട്, നമ്മൾ ഇന്റർനാഷണൽ കടങ്ങളായിട്ട് ഏകദേശം 600 ലക്ഷം കോടിയുടെ കടമുള്ള രാജ്യമാണ് ഇന്ത്യ. അത് മനസ്സിലാക്കണം. അതിൽ 250ഓളം കോടി ആഭ്യന്തര കടമുള്ള രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 5 വർഷം കൊണ്ടേ 54% ഇന്ത്യയുടെ കടം കൂടിയത്, വെറും 4.5 വർഷം കൊണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 2020 വരെ ഇന്ത്യയുടെ കടം 100 കോടിയായിരുന്നെങ്കിൽ നേരെ ഡബിളാണ്, 50 അല്ല 100% കടം കൂടിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടോ ഇന്ത്യക്ക് ഇവിടെ എന്താ ഉണ്ടായത്? നമ്മുടെ റിസർവ് ബാങ്കിനും നമ്മുടെ മറ്റ് ബാങ്കുകൾക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ ഈ ഇതിലൊന്നും ഇടപെടാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് പൈസ അങ്ങോട്ട് വിപണിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെ. ആ പൈസ ഇട്ട് കൊടുത്താലേ നമുക്ക് ഈ പണപ്പെരുപ്പോ അല്ലെങ്കിൽ പണപ്പെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കാൻ പറ്റുള്ളൂ. 2014 50 റുപ്യൻ്റെ അടുത്ത് ഡോളറിനുള്ളതാണ് ഇപ്പോൾ 2024 10 വർഷത്തിൻ്റെ ഇടക്ക് 87 രൂപയായത്. എന്നിട്ടും ഇങ്ങനെ വന്നിട്ട് പദ്ധതികൾ ഇങ്ങനെ ഓരോ പ്രസംഗങ്ങളിലും പദ്ധതികൾ ഇങ്ങനെ ഗീർവാണം പോലെ വിട്ടുകൊണ്ടിരിക്കുക. അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറെ ഗോദി മീഡിയ, നീ അടക്കമുള്ള മീഡിയാസ് ഇങ്ങനെ അതിനെങ്ങനെ വിപുലീകരിച്ച് നിനക്ക് കുറെ വ്യൂസും കുറച്ച് പൈസയും ബാക്കി ഫണ്ട് BJP നിന്റെ വായിലോട്ട് തള്ളിത്തരുന്നതിന് ഇങ്ങനെ വന്ന് കളവ് പറഞ്ഞ് നാട്ടിലെ ആൾക്കാരെ പറ്റിക്കണം സാജ. നീയൊക്കെ ചോറ് തിന്നിട്ടല്ലേ തിന്നുന്നത്? കഷ്ടം. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാണ്ടായിപ്പോലും നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് എന്ന് ആലോചിച്ചിട്ടാണ്.